സാഹിബേ, വയനാട്ടിൽ നിന്ന് ഫാമിലി സഹിതം രാവിലെ നേരത്തെ തന്നെ നമ്മളെ സൈറ്റിലെത്തി. സന്തോഷം. കഴിഞ്ഞ ഒരു 5 മാസം മുമ്പല്ലേ ഇവിടെ സൈറ്റിൽ വന്നത്? ഏകദേശം 5 മാസം മുൻപ്. യെസ്. എന്ത് തോന്നുന്നു സൈറ്റ് കണ്ടിട്ട്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ ഈ പ്രൊജക്റ്റുമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 5 മാസം കൊണ്ട് നമ്മളെ 5 അല്ല, ഇപ്പോൾ 8 മാസം 8 മാസമായി നമ്മളെ കാണാൻ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെ ഞാനിത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഓക്കെയാണ്. ബട്ട് ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ചില ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ വളരെ നന്നായി. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്ന എല്ലാവരോടും നമ്മൾ പറയാറ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. നമ്മൾ ഏകദേശം 2 വർഷത്തോളമായി ഇതിൻ്റെ പഠനങ്ങളും ഗവേഷണങ്ങളും ഈ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി മേഖലയിൽ സ്ഥലം എടുത്തുകൊണ്ട് ഇത് നമ്മൾ പ്രായോഗികവൽക്കരിച്ച് ഇവിടെ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് 100 ചോദ്യം ചോദിച്ചാൽ 110 മറുപടികളുമായിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മൾ കൃഷി ചെയ്യണത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങളിവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇതിൽ പങ്കുചേരണം എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനൂടെ ഞാൻ ക്ലിയറാക്കി തന്നിരിക്കും. അതിൽ പിന്നെ പ്രധാനമായിട്ടൊരു സംഗതി പറയുന്നത് ഇത് സാധാരണഗതിയിൽ 30 വർഷം 40 വർഷം 50 വർഷമൊക്കെ ആണെന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു 15 വർഷ കാലയളവ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു അടിസ്ഥാനം ഒന്നും കൂടെ വിശദീകരിക്കാമോ? അത് നോർമൽ ലെവലിൽ ഇതൊരു വളർത്തുന്ന സമയത്ത് നമുക്ക് 25-30 വർഷമൊക്കെ വേണ്ടി വരുമ്പോൾ എന്നുള്ളത് ഈ ഒരു അറിവ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് മേഖലകളിലാണ് ഇത് കാര്യമായിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള ഈ പ്രൈവറ്റ് മേഖലയിൽ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് പ്രൈവറ്റ് മേഖലയിൽ വളർത്തി വലുതാക്കിയിട്ട് ഇത് ഇത്ര വർഷം കൊണ്ടേ ആവൂ എന്ന് ആധികാരികമായി പറയാൻ പറ്റുന്നത് ആരും സത്യത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഫോറസ്റ്റ് മേഖലയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും കൊടുക്കാതെ സ്വാഭാവികമായി വളരുന്ന രീതിയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുറിക്കപ്പെടുന്നത് എന്തെങ്കിലും വ്യവസായത്തിന് വേണ്ടി ഫോറസ്റ്റിൽ നിന്ന് മുറിക്കില്ല. അവിടെ മറിഞ്ഞു വീണതോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും തരത്തിൽ ഇൻസിഡന്റ് ഉണ്ടായി അവിടെ നിന്ന് മറിഞ്ഞു വീഴുന്ന മരങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് മുറിച്ച് സർക്കാർ ലേലത്തിൽ ചെയ്യുള്ളൂ. അല്ലാതെ സർക്കാർ ഭൂമിയിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് യഥേഷ്ടം മുറിച്ച് വിറ്റ് കച്ചവടം ചെയ്യാൻ സർക്കാരിന് പോലും നിയമത്തിൽ പഴുതില്ല. ഇല്ലെങ്കിൽ ഏകദേശം 5000-6000 കോടി രൂപയുടെ അസറ്റ് റിസോഴ്സ് 50,000-60,000-ഓളം മരങ്ങൾ മറയൂരിന്റെ മേഖലയില്ലേ, അതൊക്കെ എന്ന് കച്ചവടമാക്കി കൂട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി പ്രൂവൺ പറയാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ഈ 10-15 കൊല്ലം കൊണ്ടുള്ളിൽ അത് കണ്ട് മനസ്സിലാക്കി അത് ഉറപ്പുണ്ടെങ്കിലേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയാം, ഇപ്പം ഈ ശാസ്ത്രീയമായ രീതിയിലുള്ള അതിൻ്റെ പരിചരണം അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് കേരളത്തിൽ ഏവറേജ് ഒരു 4-5 വർഷമായിട്ടുള്ളൂ. പലരും ഇൻഡിവിജ്വലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ചില ഇത് വളരെ വ്യവസ്ഥാപിതമായി ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ മാതിരി ഒരു 5 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. ഇത് 15 കൊല്ലം കൊണ്ട് ആവും എന്നുള്ളത് ബോധ്യപ്പെട്ട് അവർ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം, ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളെ. എന്താ വെച്ചാൽ ഈ പറഞ്ഞ പ്ലാന്റേഷനൊക്കെ നമ്മൾ ഏകദേശം 1 വർഷമാവണം, നമ്മളിതൊരു 14 കൊല്ലം വെയിറ്റ് ചെയ്യണം. മറ്റുള്ള ചില ആൾക്കാരത് 13 കൊല്ലം വെയിറ്റ് ചെയ്യണം, മറ്റു ചില ആൾക്കാരത് 11 കൊല്ലം വെയിറ്റ് ചെയ്യണം. ടോട്ടലി ഒരു 10 കൊല്ലം കൊണ്ട് വെയിറ്റ് ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ പോയ 10 കൊല്ലം ഉണ്ടല്ലോ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അന്ന് ചിലപ്പോഴല്ല, ഞങ്ങളുടെ അറിവിൽ നിന്ന് ഇവിടെ ഉറപ്പിച്ച് പറയണോ, അന്ന് ആ 15 കൊല്ലം കൊണ്ട് നേടുന്ന ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ആശങ്കപ്പെട്ടിരുന്നവരും ശങ്കിച്ചിരുന്നവരൊക്കെ അപ്പോൾ അവർക്ക് ആ തിരിച്ച് കിട്ടില്ല 10 കൊല്ലം. നമ്മളിതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രിഡിക്ഷൻ അല്ല 15 കൊല്ലം എന്നുള്ളത്. അത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി IWST സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യയിലുള്ള വിവിധ മരങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളും അതിന്റെ പ്ലാന്റേഷനുകളൊക്കെ കൃത്യമായി നിർവചിക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും സർട്ടിഫിക്കറ്റ് അടക്കം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. അവര് പറയുന്നതാണ് 15 കൊല്ലം കൊണ്ട് ഏകദേശം ഇത്ര കിലോ തൂക്കം വരും, അതിൽ ഇത്ര കാതലായിരിക്കും. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ആപേക്ഷികമാണ്, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഉണ്ടാകും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ലഭിക്കുന്ന കോടികളിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നിയമസഭയിലുണ്ടായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ പത്രങ്ങളും ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഒരു മരത്തിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അടക്കം പറയുന്ന കോടികളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊരു പണം കായ്ക്കുന്നൊരു മരമാണ്. നമുക്കിത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ കിട്ടുന്നതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ 15 കൊല്ലം അല്ലാതെ നമ്മൾ ചില ആൾക്കാർ പറയും 15 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് എന്താ തെളിവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും 15 കൊല്ലത്തിൻ്റെ ഇതിൽ വേരിയേഷനേ ഉണ്ടാവാൻ വഴിയുള്ളൂ. അതല്ലാതെ 15 കൊല്ലം ഈ മരം വളരും. 8 മാസം കൊണ്ട് ഏകദേശം ഒരാളെ മേലേക്ക് ഉയരത്തിലേക്ക് വളർന്ന് നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 കൊല്ലം കൊണ്ട് ഒരു മരല്ലേ അത് വളരില്ലേ, കിട്ടുന്നതിൽ ചില വ്യത്യാസങ്ങൾ അഥവാ ഉണ്ടായേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാം. നമ്മൾ ആരോട് നിർബന്ധിച്ചിട്ട് ഇത്
ചെയ്യാനായിട്ട് പറയുന്നില്ല. ഇത് ആ രീതിയിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മൗണ്ടി എന്നെ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ്, 15 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തോ ഉറപ്പ്, ഇതിപ്പോൾ ഇതിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം എന്താ കാര്യം, എനിക്ക് 10-60 വയസ്സൊക്കെ ആയി എന്നൊക്കെ ചോദിക്കുന്നതല്ലേ. നേരത്തെ മൗണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ചില ആൾക്കാർ കമൻറ്റ് പറയുന്നുണ്ട്. അതും വളരെ ബാലിശമായ ചിന്താഗതികളാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തിലൂടെ ചെയ്തിച്ച് പോകണ്ടേ? നമ്മൾ പോയാലും നമ്മൾ അനന്തരാവകാശികൾക്ക്, നമ്മൾ അടുത്ത തലമുറക്ക്, ഈ പ്രകൃതിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് പോകണ്ടേ? അതിലൂടെ നമ്മൾ ഓർക്കപ്പെടണ്ടേ? അതൊക്കെ ചെയ്തു വെക്കാൻ പറ്റുന്ന വെറുതെ ഒരു കാലി ഭൂമി മേടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കാര്യമായ സ്ഥായിയായ സ്വഭാവമല്ല. പക്ഷെ ഇതല്ല, ഇത് പ്രകൃതിയുമായി കണക്ട് ചെയ്തപ്പെട്ട് ഈ പ്രകൃതിക്കും ഈ നാടിനും അവരുടെ അനന്തരാവകാശികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരു സംശയവുമില്ല, അതിനുള്ള റിസൾട്ടാണ് ഇവിടെ ഇങ്ങനെ ഞങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഗതി, പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പം നല്ല പ്രോത്സാഹനങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിന് തിരിച്ച് വേറെ സംഗതി ആലോചിച്ചൂടെ എന്നുള്ളൊരു ഒരു ചർച്ചകൾ പലപ്പോഴും അങ്ങനെ, അതായത് ഗവൺമെന്റ് എങ്ങനെ വിശ്വസിക്കാന്ന് വാക്യം പറഞ്ഞ, അതായത് നമ്മുടെ സർക്കാരിന്റെ കുറിച്ചിട്ടാണ് ഈ പറയണത്. എന്താ ചെയ്യാ, സർക്കാർ സംവിധാനത്തെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്ക് അത് ആ പല്ലവി തുടരാം എന്നുള്ളതാണ് എനിക്ക് ഒറ്റവാക്കിലാണ് മറുപടി. മറിച്ച് അതിന് ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 2002 മുതൽ സർക്കാർ ഇതിവിടെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് ഭൂമികളിൽ ഇത് ചെയ്തോളാനായിട്ട് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് 2002 മുതൽ. പക്ഷെ നിയമത്തിലും അന്ന് ലഭിക്കുന്ന റിട്ടേൺസിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം മുഴുവൻ കാശും കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് 70% കൊടുത്തിരുന്നുള്ള 30% സർക്കാർ കൊണ്ടുപോകും. 2012 ആ ഭേദഗതി പിന്നെയും ഭേദഗതി വരുത്തിയിട്ട് മുഴുവൻ കാശും കർഷകർക്ക് എന്നുള്ള ഒരവസ്ഥ വന്നത്. ഇപ്പോൾ വീണ്ടും ഭേദഗതി വരുത്തിക്കൊണ്ട് മുഴുവൻ കാശും കർഷകർക്കെന്ന് മാത്രമല്ല മുറിക്കാനുള്ള പെർമിഷൻ വരെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി നമുക്ക് ആൾക്കാരെ വെച്ച് മുറിക്കാം. പക്ഷെ ഫോറസ്റ്റിലൂടെ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളത്, വിൽക്കാൻ പറ്റുള്ളൂ മാത്രം. അപ്പം അതൊരു പരിധി വരെ നല്ലതുമാണ്. ഇത് ബ്ലാക്ക് മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ കളവ് പോയി നോക്കിയാൽ മതി. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഇത് മുറിച്ച് കളവ് പോയാൽ തന്നെ ഈ സാധനം കൊണ്ട് വിൽക്കാൻ സോഴ്സ് ഇല്ല, ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇല്ല. അതായത് ഒരു കാര്യം കൂടെ, അപ്പൊ അതായത് ഇതിന്റെ കളവിന്റെ ഒരു സാധ്യതയും കൂടെ ആളുകൾ കുറയും. കളവിന്റെ ഒരു സാധ്യത കൂടി കുറയാണ് ചെയ്യുന്നത്. കട്ടാതെ മേടിക്കാൻ ആള് വേണ്ടേ, മേടിക്കാൻ ആള് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് ത്രൂ വിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. അതിലൂടെ വേറൊരു സർക്കാർ നൽകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇല്ല എന്നുള്ളതിന്റെ പേരിൽ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റിലാണ് മറയൂർ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന മുഴുവൻ ചന്ദനം, ആ പ്രൈവറ്റിൽ നിന്നാലും ശരി സർക്കാർ ഭൂമിയിൽ നിന്നാലും ശരി കളക്ട് ചെയ്യപ്പെടുന്ന മുഴുവൻ ചന്ദനവും ഏറ്റവും ടോപ്പ് റേറ്റിനാണ് ലേലത്തിൽ വിറ്റിട്ട് ആ ക്യാഷ് മുഴുവനും നമുക്ക് തരുന്നത്. ചെറിയൊരു പ്രോസസ്സിങ് ചാർജ്, അതിൻ്റെ സർവീസ് ചാർജ് മാത്രമാണ് സർക്കാർ എടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം മുഴുവൻ കാശും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിരിക്കുന്നവർക്ക് സർക്കാരിനെ കുറ്റം പറഞ്ഞിരിക്കുക. പിന്നെ സർക്കാരിനെ കുറ്റം പറഞ്ഞതിന് ഒരു കാര്യം ഉണ്ടാവേണ്ടായിരുന്നു ഈ വിഷയത്തിൽ. മറ്റു പല വിഷയത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഈ വിഷയത്തിൽ 2002 മുതൽ തുടങ്ങി ഇപ്പോൾ 2025 അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെയും ചന്ദനവുമായി ബന്ധപ്പെട്ട് ഭേദഗതി വരുത്തിയ ഒരു നിയമം റിവേഴ്സ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിരന്തരം പ്രോത്സാഹിപ്പിച്ച് ഒരു മരത്തിന് ഇത്ര രൂപ സബ്സിഡി ഇപ്പോൾ തരാം നമുക്ക്. ഒരു മരത്തിന് വർഷത്തിൽ ഇത്ര രൂപ വളർത്തുന്നവർക്ക് സബ്സിഡി അടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച് കോടികൾ കണക്കിന് രൂപ വനവൽക്കരണത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് സർക്കാർ. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം ഇതാണ്, ഈ കളവ് നേരത്തെ ഞാൻ പറഞ്ഞ സംഗതി തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെങ്ങനെ നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ചോദിക്കൂ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കള്ളന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? കളവ് ഇതിൻ്റെ ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഞങ്ങൾ ഈ പ്ലാന്റേഷനുമായി പെട്ട് ഇവിടെ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ പഴയ കാല ആൾക്കാർ പലരും ഇവിടുത്തെ ചന്ദനത്തിന്റെ ഹിസ്റ്ററി, ഈ മേഖല വർഷങ്ങൾക്ക് മുമ്പേ ചന്ദനം സ്വാഭാവികമായി വളരുന്നൊരു നാടാട്ടോ. ഞങ്ങൾ ഇവിടെ ഈ ഒരു പ്രൊജക്ട് ഏകദേശം അവസാനിക്കാനായി ഇവിടെ 44 പ്ലോട്ടാണുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഒരുവിധം പ്ലോട്ടുകളൊക്കെ സെയിൽ ഔട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് പ്ലോട്ടുകളുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പലയിടത്തും അന്വേഷിക്കുമ്പോൾ പല സ്ഥലങ്ങളും ഇപ്പോഴും ഈ വണ്ണത്തിലുള്ളത്. പക്ഷെ ഞാൻ എവിടെ നിന്നും പറയില്ല, എന്താ വെച്ചാൽ കള്ളന്മാരുടെ ശ്രദ്ധപ്പെടാത്താണെങ്കിൽ ഞാനായിട്ട് കാണിച്ചു കൊടുക്കണ്ടല്ലോ. നമ്മളാണെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി ആ ഒരു വ്യൂവിൽ ഇങ്ങനെ നോക്കണതിൻ്റെ പേരിൽ നമ്മൾ എവിടെ സ്ഥലം നോക്കാൻ പോയാലും നമ്മൾ ആദ്യം നോക്കുക ഈ സാധനം ഉണ്ടോന്നാ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് പല പറമ്പുകളിൽ ഇപ്പോഴും വെയിലയുടെ ഏരിക്കലായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും പല വണ്ണത്തിലും, ഈ വണ്ണത്തിൽ വരെ ഒരു 20-25 സെന്റിമീറ്റർ വണ്ണത്തിൽ വരെ പലയിടത്തും നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് 2-3 കിലോമീറ്റർ സറൗണ്ടിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയും ഇത് ചന്ദനത്തിന്റെ ഒക്കെ ഒരു നാടന്നായിരുന്നു ഈ മേഖല, ധാരാളം കള്ളന്മാരുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞങ്ങളോട് പറയണ്ടായി. ഈ നാട്ടിൽ നിന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പൊതുവിൽ ഈ കൃഷിക്കൊരു വെല്ലുവിളി കളവാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യണത്. അതിപ്പോൾ നോർമൽ ഫെൻസിങ്, ഗേറ്റ് നോക്കാനുള്ള ആൾക്കാർ, കുറച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫെൻസിങ് വരും, CCTV ക്യാമറ വരും, ആംഡ് സെക്യൂരിറ്റി ഫോഴ്സൊക്കെ വെച്ചുകൊണ്ട് കളവ് പോവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന രീതിയിലുള്ള
ഒരു സംവിധാനങ്ങളോടെ കൂടെ ചെയ്യും. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പബ്ലിക് നമ്മൾ അനൗൺസ് ചെയ്യില്ല. ഇത് നമ്മൾ സെക്യൂരിറ്റി ആണല്ലോ. സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രശ്നക്കാരെ തടുക്കാനുള്ളതാണല്ലോ. അതിനുള്ള പല സംവിധാനങ്ങളൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനേക്കാളേറെ ഇന്ന് ഈ കളവ് നടന്നെന്ന് പറയുന്ന പ്രൈവറ്റ് പാർട്ടിയുടെ ഭൂമിയിൽ നിന്നാവട്ടെ സർക്കാർ ഭൂമിയിൽ നിന്നാവട്ടെ അതൊക്കെ പോയിട്ടുള്ളത് എവിടെ നിന്നാണെന്നറിയോ? നോട്ടം ഇല്ലാത്തവിടുന്ന്. ആളുമാളില്ലാത്ത നോട്ടില്ലാത്ത സർക്കാരിൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ സർക്കാർ ഫോറസ്റ്റിൽ നിന്ന് തന്നെ ഓഫീസർമാരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പല അവിടുത്തെ പോയിന്റുകൾ ടൈം നോക്കിയിട്ടാണ് ഈ കളവ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മനസ്സിലാക്കുക, നോക്കാനും ആളും ഇല്ലെങ്കിൽ എന്താവും, ഇത് കളവിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ 24 hour ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഇതൊരു സിസ്റ്റമാറ്റിക്കായി ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെ ഇത് നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ഇത്രയും ആൾക്കാരോട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിത് എന്ത് ചെയ്യണത്, ഇവിടെ 24 hour ആളെ വെച്ചിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിൻ്റെയൊക്കെ റിസൾട്ടാണിത്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഈ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് നാസറിനെ 23 വർഷത്തെ, എത്ര വർഷമായി നമ്മൾ പരിചയം? 26 വർഷമായി അറിയാവുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഈ മരങ്ങളുമായിട്ടുള്ള പരിപാടികളിലേക്കൊക്കെ വളരെ സജീവമായിട്ട് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഞാനുമായിട്ട് അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും മൂപ്പര് സ്വന്തമായിട്ട് ഈ സ്ഥലം എടുത്തു, ഇവിടെ ഒരു സംഗതി ഉണ്ടാക്കി. അതിനുശേഷമാണ് എന്നോട് പോലും കൂടെ നമ്മള് പല കമ്പനികളൊന്ന് ഇത് ചിലതൊക്കെ പല കമ്പനികൾ എന്ന് പറയാൻ അധികം കമ്പനികളൊന്നുമില്ല, വളരെ കുറഞ്ഞ കമ്പനികൾ തന്നെ ഇന്ത്യയിൽ ഇതേ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്, വളരെ കുറഞ്ഞ കമ്പനികളുള്ളൂ. അതിൽ തന്നെ ചില കമ്പനികൾ ചെയ്യണത് അവര് പ്രൊജക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കൂടി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടാണ് സ്ഥലം എടുക്കുന്നതും കൃഷി ചെയ്യണതൊക്കെ. ഇത് നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഇതിന് ആവശ്യമായ ഒരു ക്യാപിറ്റൽ ഇൻകം നമ്മളുമായി വളരെ റിലേറ്റീവ് ആയിട്ടുള്ള കമ്പനിയുമായി കണക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് അതിൻ്റെ ക്യാപിറ്റൽ ഇൻകം സംഘടിപ്പിച്ചു, സ്ഥലം എടുത്തു, പ്ലാന്റേഷൻ ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു വർഷം ആവണ അവസ്ഥയിലാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇത് കാണിച്ചു കൊടുത്തത്. നമ്മൾ പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണത്, ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വന്ന് നോക്കൂ, കാണൂ, ഉറപ്പ് വരുത്തൂ, എന്നിട്ട് ഒരു 5 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് എന്ത് ചെയ്തോളൂ, നിങ്ങളിത് എടുത്തോളൂ. എന്നിട്ട് ഇതിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വളർന്നു നിൽക്കുന്ന തൈകൾ നോക്കിയിട്ട് വരെ, പ്ലോട്ടിൻ്റെ സ്വഭാവം മാത്രമല്ല, വളർന്നു നിൽക്കുന്ന തൈകൾ വരെ നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ പ്ലോട്ട് വന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്തൊരു പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് അവിടെ തുടങ്ങിയിട്ട് വേണം. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ആൾക്കാർക്ക് വളരെ വിശ്വസ്തയോടു കൂടി ഇത് ഉറപ്പ് വരുത്തിയിട്ട് ഇതിൽ പങ്കാളിയാവാം. ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തതാണ്. പിന്നെ ആ റിസ്ക് അവരൊന്ന് ഒഴിഞ്ഞല്ലോ. ഇവർ ഈ കാശ് മേടിച്ചിട്ട് ഇവരെന്താക്കും, എങ്ങനെ ആക്കും, അല്ലെങ്കിൽ ഇത് നടക്കുമോ ഇല്ല, ഞങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്. ആദ്യം സ്ഥലങ്ങൾ ഇവർ രജിസ്റ്റർ ചെയ്തതാണ്. എന്നിട്ട് നിങ്ങളും കമ്പനി നമ്മളൊരു അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി കമ്പനി ഈ ഒരു 15 കൊല്ലം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതിന് പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യണത്, ഈ മിഷനുമായി മുന്നോട്ട് പോകണത്. അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കണവർക്ക് ഒപ്പം നിൽക്കാം, അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണവർക്ക് അവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുക. യാതൊരാളെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിൽ നിർബന്ധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ സന്തോഷം. എന്തായാലും നമ്മുടെയും ഫാമിലി വന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾ എന്ത് തീരുമാനിച്ചു? എന്നിട്ട് നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചല്ലോ, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോകുന്നതിനുള്ളിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ.